പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ സ്ട്രഗ്ലിംഗ് അല്ല. അത് സ്ട്രഗ്ലിംഗ് അല്ല. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കണ്ടന്റ് വൃത്തിക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് നല്ലൊരു കഥ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പറ്റും എന്നുള്ളതാണ്. ബാക്കി അതിൽ കവിഞ്ഞ് ഇപ്പൊ ഈ പറഞ്ഞ ഓവറായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്ന ഇതിനെ കീറി മുറിക്കുന്നവർക്ക് അവരെ എനിക്ക് അറിഞ്ഞത് തൃപ്തിപ്പെടുത്താൻ കുറച്ച് പാടായിരിക്കും എന്നുള്ളതാണ്. ഓഡിയൻസിന് നമുക്ക് നല്ലൊരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവര് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയല്ല, ഇപ്പൊ ഇതെല്ലാം എവിഡന്റ് ആണ്. പണ്ടും നമ്മളിത് ബിസിനസ് തന്നെയാണ്. ഇത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ട് വിത്ത് ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതിൽ രണ്ടിലും കോംപ്രമൈസ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ യൂട്യൂബ് ഇതെല്ലാം വന്നതിന് ശേഷം നമ്മളിത് പൊതുജനങ്ങൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മളിപ്പോ ഒരു 10, 15 അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് നമ്മളൊരു കവലയിൽ നിന്നുകൊണ്ട് ആ പടത്തിന് ഇത്ര കളക്ട് ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ പറയില്ല. നമ്മൾ ബോധവടല്ല, നല്ല പടമായിരുന്നു അല്ലെങ്കിൽ മോശം പടമായിരുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല കണ്ടിരിക്കാം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് പണ്ട് ന്യൂസ് പേപ്പറിൽ ഇന്ന് ഏത് പടം ഇറങ്ങിയേക്കാം അത് നോക്കി പടം കണ്ട് അത്രേ ഉള്ളൂ. അതവിടെ കഴിഞ്ഞു. നമ്മൾ കൂടിപ്പോയി നമ്മുടെ വീട്ടുകാരോട് പറയും, നമ്മുടെ കൂട്ടുകാരോട് പറയും. നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മളിപ്പോ പറയുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇന്നിപ്പോ സംഭവിച്ചത് എല്ലാം വളരെ സ്പീഡായി. നമുക്ക് 2 3 ദിവസത്തിൽ തന്നെ ഏകദേശം ഇതിന്റെ പ്രോഗ്രാം എങ്ങോട്ടേക്കാണ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടു അറിഞ്ഞു ആൾക്കാരിലേക്ക് എത്തി ഓർഗാനിക്കായിട്ട് കണ്ട് വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. നമുക്ക് തിയേറ്റേഴ്സും ഇല്ല. ഇതെല്ലാം ഭയങ്കര സ്പീഡായി എന്നുള്ളതാണ് ഇപ്പൊ ഈ കാലത്തിന് ഒപ്പം ഉണ്ടായൊരു മാറ്റം. ബേസിക്കലി എനിക്ക് അറിയില്ല, നല്ല കാര്യം തന്നെയാണ്. കാലത്തിന് എല്ലാത്തിനും അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. നമ്മൾ മാറുക എന്നുള്ളതാണ് അതിൻ്റെ